ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ CS മാച്ചിൻ്റെ വീഡിയോ ഇടാൻ പോന്നിട്ട് നമ്മളപ്പം TL വനണ്ട് മലയാളിയാണ് നമ്മളെ ഗിൽഡ് തേക്കാനായിരുന്നു. പക്ഷെ ഇപ്പം ഗിൽഡ് നിലവിൽ പോയിരിക്കുകയാണ്. ലേറ്റ് അടിക്കാൻ എത്ര 4 സ്റ്റാർ തോന്നുന്നു കേട്ടോ. 4 സ്റ്റാർ ഇനി വേണമെന്ന് തോന്നുന്നു. ഇതിനെ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഞാനിപ്പോൾ ഇന്നലത്തെ കളിയാണിത്. ഞാൻ ഹൈലൈറ്റ് അടിച്ചു, ഇന്നലെ അടിച്ചു. ഇത് ഹൈലൈറ്റ് അടിക്കുമ്പോഴത്തെ കളിയല്ല, ഇതതിൻ്റെ മുന്നത്തെ ഒരു 4 സ്റ്റാറൊക്കെ ആകുമ്പോഴത്തേക്കുണ്ട് ഒരു കളി. ഓടെ എടുത്തിട്ടുണ്ടായിരുന്നു, ഓന് കുറച്ചൊന്ന് കൊടുത്തിരുന്നു. പിന്നെ അപ്പുറത്തേക്ക് പിന്നെ വേറൊരുത്തനും കൂടെ വന്നു. ഓനെ അടിച്ച് നോക്ക് ചെയ്തിട്ടു, ഓനെ ഞാൻ നോക്ക് ചെയ്തിട്ടു. പെട്ടെന്ന് തന്നെ എൻ്റെ ടീം വേനം വന്നിട്ട് റിവൈവ് ചെയ്തു. അങ്ങനെ ഈ റൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. നിങ്ങളവിടെ ഇമോട്ട് ഷോ ഒക്കെ കാണിച്ചു. അപ്പോൾ നിങ്ങളെ CS സ്റ്റാർ എത്രാമത്തെ റാങ്കിങ് എന്നൊക്കെ പറയട്ടെ ഗൈസ്. നമ്മളിവിടെ വീണ്ടും ഇമോട്ട് പട്ടി ഷോയിലാണ് ഗൈസ്. രണ്ടാമത്തെ റൗണ്ടിൽ M4 അടുത്തത്. പെട്ടെന്ന് തന്നെ റഷ് ചെയ്തു. റഷ് ചെയ്യുന്ന അത്ര നല്ലതാണോ ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം M4 ആണ് അതിൽ ഷോർട്ട് റേഞ്ച് അല്ല. അപ്പോൾ നല്ല അടിയിട്ടുണ്ടായിരുന്നു. ഡിമിത്രിയോസും പിന്നെ എൻ്റെ ടീമിൻ്റെ ആ ക്യാരക്ടർ അബിലിറ്റി കൊണ്ട് എല്ലാ ഡാമേജ് എല്ലാം പോയില്ല. അപ്പം തന്നെ ഹീലായി. അപ്പം ഞാൻ അവിടെ ഉണ്ട് ഒരുത്തന്നെ ഹെഡ് ഷോട്ട് അടിച്ചു ഗൈസ്. അവിടെ ഒരുത്തുണ്ടായിരുന്നു, ഓനെ നെക്കി പിടിച്ചെന്നെ കൊന്നു. അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് നമ്മൾ വലിയ കുഴപ്പമില്ലാതെ കളിച്ചു, എടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടും കുറച്ച് കൊടുത്തു. രണ്ടാമത്തെ റൗണ്ട് നമ്മൾ പതിവ് പോലെ തന്നെ ലോങ്ങിലാണ് കളിക്കുന്നത്, 2 അല്ല 3. അപ്പോൾ ഇവിടെ ഒരുത്തുണ്ടായിരുന്നു, ഓനെ അടിച്ചിട്ടു. ഞാൻ ഈ വീട്ടിലേക്ക് ഒരുത്തം കയറി കൊണ്ടുവന്നു. ഞാൻ പൊട്ടാസും കൊണ്ട് റഷ് ചെയ്തു. എൻ്റെ ബംഗാളിയും കൂടെ സപ്പോർട്ട് ഉണ്ടാണ്ട് വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരുത്തുണ്ടായിരുന്നു, ഓനെ 117 കൊടുത്താണ്. പക്ഷേ ഗൈസ് പിന്നെ മുട്ട കൊണ്ട് നെക്കി പിടിപ്പിച്ച് കൊന്നു ഗൈസ്. അങ്ങനെ 2-1 ഒരു റൗണ്ട് അവർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഇമോട്ട് കിട്ടിയിട്ടുണ്ട്. സ്വാഭാവികം, കാരണം നമ്മൾ ഇമോട്ടിട്ട് തന്നെയാണ്. അപ്പോൾ മൂന്നാമത്തെ റൗണ്ടിൽ നമ്മൾ MP40 എടുത്തിട്ട് അപ്പോൾ നമ്മൾ നേരെ MP40 എടുത്ത് റഷ് അടിക്കുകയാണ് ഗൈസ്. മറ്റേ നീര് സാധനമൊക്കെ ടീം എടുത്ത് എറിയുണ്ടായിരുന്നു. നമ്മളതിലാണെങ്കിൽ സാമാനൊന്നുമില്ല. നമ്മൾ MP40 2 ഗ്ലൂ ആളുള്ളൂ. ഇവിടെ ഒരുത്തുണ്ടായിരുന്നു, ഷോട്ടൊക്കെ അടിച്ചിട്ടെങ്കിലും അപ്പുറത്തൊരുത്തപ്പന്നെ കൊല്ലു. കില്ല് ഫിനിഷ് ചെയ്താൽ മതിയെന്നു ഗൈസ്. പിന്നെ ഈ റൗണ്ട് നമ്മൾ മൂഞ്ചി എന്നാണ് തോന്നുന്നത്. നമ്മളെ ബംഗാളി ഇവിടെ കുറച്ചടിയൊക്കെ കൊടുത്തു, പക്ഷെ ചത്തുപോയി ഗൈസ്. അങ്ങനെ അവർ കംബാക്ക് അടിച്ചിട്ടുണ്ട്, 2 ഉണ്ടാക്കിയിട്ടുണ്ട്. കംബാക്ക് അടിച്ച് കയറിയിട്ടില്ല, 2-3 കംബാക്ക് ശരിക്കാവുള്ളൂ. എന്തായാലും 2-2 പിടിച്ചിട്ടുണ്ട്. അങ്ങനെ മൂന്നാമത്തെ റൗണ്ട് നമ്മൾ M10 മാക്സ് പിടിച്ചിട്ടുണ്ട് ഗൈസ്. M10 ചിപ്പ് 3 ആക്കിയിട്ടുണ്ട്. ഗൈസ് നമ്മളിത് ക്ലോക്ക് ടവറിലെ വീട്ടിൻ്റെ മുകളിൽ നിന്നിട്ട് ഗ്ലൂ വാളൊക്കെ അവിടെ ഇട്ട് വെച്ചിട്ട് ക്യാമ്പ് ചെയ്യാണ്. ഞങ്ങൾ 4 പേര് ക്യാമ്പ് ചെയ്യാണ്. കയറിയവരാണെങ്കിൽ തീർക്കാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഒരുത്തത് ബുദ്ധിയില്ലാതെ കയറി വന്നിരിക്കുകയാണ് സ്കോഡിൻ്റെ മണ്ടയ്ക്ക്. ഒന്ന് ഞാൻ കൊടുത്തിട്ട് നോക്കാക്കിയിട്ടുണ്ട്. പിന്നെ അതേ വീണ്ടും ഒരുത്ത ബുദ്ധിയില്ലാതെ കയറി വന്നു. പക്ഷേ ഒന്ന് നോക്ക് ചെയ്തു. ഞാൻ ഡിമിത്രോസ് ഇട്ടുകൊണ്ട് തന്നെ ഞാൻ തന്നെ റിവൈവ് ആയി. അവനെ വന്നിട്ട് നമ്മളെ പൊട്ടാസ് കൊണ്ട് ബംഗാളി അടിച്ചിട്ടല്ലോണ് ടേറ് കൊടുക്കണം. അങ്ങനെ ഓനെ നമ്മൾ അടിച്ചിട്ട് ബംഗാളി പിന്നെ ആകെ ഉണ്ട് 2 പേരാണ് കേട്ടോ. കളി എടുക്കും വിചാരിച്ചു തന്നു. 2 പേരുള്ളൂ.
അപ്പോഴാണ് കേസ് നമ്മളെ വേനൽച്ചക്ക അടി പോയി ചത്തത്. മറ്റോ ഡിമിത്രോസ് കിട്ടും, പിന്നെ ബാക്ക് കൂടെ ഒരുത്തും വേട്ടാവളി അടിച്ചും ചെയ്തു. എന്താ ചെയ്യാനാ കേസ്, കളി സുഖമായി കിട്ടും വിചാരിച്ചപ്പോൾ 2-2 വീഴായി. അങ്ങനെ രണ്ടുപേർക്കും നല്ല ഡാമേജ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ DK AW കൊണ്ടൊന്ന് അടിച്ചിട്ടു. അങ്ങനെ 3-2. ഇപ്പോൾ അവർ കൃത്യം കംബാക്ക് അടിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല ഗൈസ്. നമ്മൾ M141 എടുത്തിട്ട് ഞങ്ങൾ 3 പേരും, അവർ 2 പേരും AW, ഞാൻ M141 എടുത്ത് ലോങ്ങിലെ കളിക്കുകയാണ് വീട്ടിൻ്റെ മുകളിൽ. പിന്നെ നമ്മളെ വേന ഇവിടെ നോക്കായി. ഞാൻ അറിയാതെ ഡിമിത്രോസ് ഇട്ടു. അവനും ചോദിച്ചു എന്തിനാണ് ഡിമിത്രോസ് വെറുതെ കളഞ്ഞത്, റിവൈവ് ചെയ്താൽ മതി എന്നതിന്. അങ്ങനെ വെറുതെ നമ്മളൊരു ഡിമിത്രോസ് കളഞ്ഞു ഇല്ല. ഒരു സാൻഡി ഇട്ട് വരുന്നുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. എൻ്റെ ടീമാണെന്നാ, എൻ്റെ ടീം തന്നെ ആയിരുന്നു. ഇവിടെ ഒരുത്ത വീട്ടിൻ്റെ മുകളിൽ വന്നിരുന്നു. അപ്പോൾ അവൻ എൻ്റെ വനം അടിച്ചിട്ടുണ്ട്. വനല്ലേ, അതൊരു ബംഗാളി അടിച്ചിട്ട്. അങ്ങനെ അവരുടെ ഇനി 2 പേരെ ബാക്കിയുള്ളൂ. സുഖമായി കളി എടുക്കാണ്ട് ഒരു ഇതിൽ വന്നു. 2 പേരുണ്ടായതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വെസ്റ്റും ലൂട്ടെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ റഷ് അടിച്ചു. പക്ഷേ മേണിങ്ങിൻ്റെ ടീമിന് ഒരുത്തം കൊന്നിരുന്നു. ഒരിട്ട് ഇങ്ങോട്ട് വന്നെങ്കിലും ഓനെ ഞാൻ കൊന്നു. സിദ്ധല്ല ക്യാരക്ടർ ബിലിറ്റി കേട്ടോ. നമ്മളെ വനത്തിന് വട്ടായതുകൊണ്ട് തന്നെ ഫ്ലാഗോടെ ഇട്ടു. വെറുതെ ഇമോട്ട് ഇട്ട് ചൊറിയാണ് കൈസ് നമ്മളെ ടീം വനം. അങ്ങനെ ഇമോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ 3-3 ആക്കിയിട്ടുണ്ട്. അങ്ങനെ വെറുതെ കളി വിട്ട് കൊടുത്താൽ പറ്റൂലല്ലോ, നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടല്ലേ. അങ്ങനെ ലാസ്റ്റ് റൗണ്ട് എത്തിയിട്ടുണ്ട് കൈസ്. എന്താ നമുക്ക് നോക്കാം. 3ാമത്തെ റൗണ്ടിൽ നമ്മുടെ ഒരുത്തനെ അടിച്ചിട്ട് നോക്കാക്കി. അപ്പോൾ ഈ അവൻ ഇങ്ങനെ ചത്തിലേക്ക് മനസ്സിലായില്ല. ഞാൻ നല്ല ഡാമേജ് എടുത്തു, എന്നിട്ട് അവൻ ചത്തില്ല. പക്ഷെ ഒരുത്തനെ ഞാൻ നോക്കിയതിന് അപ്പണ്ട് ഇവിടെ ഇങ്ങോട്ട് കയറി ഹെഡ് ഷോട്ട് അങ്ങ് അടിച്ചിട്ടു. കുറേക്ക് നല്ല ദേഷ്യമുണ്ട്. അപ്പോൾ റിവെഞ്ച് ആയിട്ട് കിട്ടും. കളി സുഖമായി എടുക്കാണ്ട് ഒരു ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതോ ഒരു മണ്ടൻ റഷ് അടിച്ച് ഓപ്പണിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കായി, ഞാൻ നേരെ ഡിമിത്രോസ് ഇട്ടു. അപ്പോൾ ത്രിബിൾ ടേക്ക് ഡൗൺ എടുത്തു, ഹേസ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.